ഈശോ നടന്ന വഴി എന്ന് പറഞ്ഞാൽ ഈശോ ജീവിച്ച ജീവിതം. ഈശോ ജീവിച്ചതുപോലെയാണ് ജീവിക്കേണ്ടത്. ഈശോ ജീവിച്ചതുപോലെ ജീവിക്കുന്നതിനെയാണ് ഈശോ നടന്ന വഴി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴി ഈശോ നടന്ന വഴിയുടെ ഒരു ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നത്? ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ ഹൃദയം കൊണ്ട് സഞ്ചരിക്കുന്നത്, ജീവിതം കൊണ്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാം സ്ഥലത്ത് നമ്മൾ എങ്ങനെ സഞ്ചരിക്കും? അവിടെ ഈശോ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് നിൽക്കുമ്പോഴും പരിഭവങ്ങളില്ലാതെ നിൽക്കുകയാണ്. ഈശോ എന്തെങ്കിലും പരിഭവം പറയുന്നുണ്ടോ? ഇല്ല. പരാതി പറയുന്നുണ്ടോ? ഇല്ല. നീ നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും, ഇല്ലാത്തത് നിന്നെക്കുറിച്ച് പറയും, നീ ചെയ്യാത്തത് നീ ചെയ്തെന്ന് പറയും. അപ്പോൾ ഈശോ നിന്നതുപോലെ കുതറാതെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കുതറാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാട്, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, ഒച്ചപ്പാടുണ്ടാക്കാതെ, ബഹളമുണ്ടാക്കാതെ നീ ശാന്തനായി ദൈവത്തെ പ്രതി സഹിക്കുകയാണെങ്കിൽ നീ നടക്കുന്ന വഴി ഈശോയുടെ വഴി. അതാണ് ഈ ഒന്നാം സ്ഥലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരവകാശമുണ്ട്. എന്തവകാശം? പരാതി പറയാനുള്ള അവകാശം. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പരിഭവം പറയാനും പരാതി പറയാനുമുള്ള അവകാശം വേണ്ട എന്ന് വെക്കുമ്പോ നമ്മൾ ഏത് വഴിയിലായി? ഈശോയുടെ വഴിയിലായി. ഈശോ മിണ്ടാതെ നിൽക്കുകയാണ്. ഈശോ തിരിച്ചാരോപണങ്ങൾ പറയുന്നില്ല, തിരിച്ചു കുറ്റപ്പെടുത്തലുകൾ പറയുന്നില്ല. ഈശോ എല്ലാം സഹിച്ച് നിശബ്ദനായി നിൽക്കുകയാണ്. നീ അങ്ങനെ സഹിച്ച് നിശബ്ദനായി നിന്നാൽ നിനക്കാരുടെ മുഖമാണ്? അപ്പോൾ നീ ആരുടെ വഴിയിലൂടെയാണ് നടക്കുന്നത്? ഈശോ.